ശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു യഥാർത്ഥ സ്റ്റോറിയാണ്. അദ്ദേഹം സുഖിച്ചത് വെറും അരമണിക്കൂർ, പക്ഷേ അതിൻ്റെ പേരിൽ സഹിക്കേണ്ടി വന്നത് ആജീവനാന്തം. അദ്ദേഹം തന്നെ ഏറ്റുപറഞ്ഞ ഒരു കാര്യമാണ്. ഏതാനും വ്യക്തികൾ കൂടി ഒരു ടൂർ പോയതാണ്. ടൂർ പോകുമ്പം പലരുടെയും മനസ്സിലിരിക്കുന്നത് ഫൺ എന്ന് പറഞ്ഞാൽ കള്ളും പെണ്ണും. അതാണ് പലർക്കും ഫൺ എന്ന് പറഞ്ഞാൽ. ഇനി ആ രീതിയിൽ അവരും ചിന്തിച്ചു. അവർ അതിനുള്ള വഴികൾ തേടി, ഇനി അതിനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിലേക്ക് പോയി. ഈ ടൂറൊക്കെ കഴിഞ്ഞ് അതിലൊരാൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യം, അവൻ എയ്ഡ്സ് രോഗിയായിരിക്കുന്നു. അതാണ് ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ ആകപ്പാടെ അവിടെ പോയപ്പോൾ സുഖിച്ചത് എന്ന് പറയുന്നത് വെറും അരമണിക്കൂർ സമയം, ജഡസുഖം. പക്ഷേ അതിൻ്റെ പേരിൽ ഈ മനുഷ്യൻ എയ്ഡ്സ് രോഗിയായെങ്കിൽ ഇനി അത് ആജീവനാന്തമുള്ള ഒരു സഹനമാണ്. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് കിട്ടിയ ഒരു ശിക്ഷയായിട്ട് ഞാൻ എടുത്തോളാം. ഇതിൻ്റെ പേരിൽ എൻ്റെ ഭാര്യയ്ക്കോ അങ്ങനെ വേറെ ആർക്കും ഈ ഒരു അവസ്ഥ വരരുത് എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയെന്ന്. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ ഒരു കാര്യം, നമ്മൾ സംഖ്യയുടെ പുസ്തകം 32-ാം അധ്യായം 23-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായാൽ ഇനി ആജീവനാന്തം ഈ മനുഷ്യനെ വേട്ടയാടാൻ പോകുന്നത് നമുക്കറിയാം. ഇങ്ങനെ ഒരു കാര്യത്തിന് പോയല്ലോ എന്നുള്ള ആ ഒരു ചിന്ത, ആ മനുഷ്യൻ്റെ കുറ്റബോധം, ഇതെല്ലാം വേട്ടയാടുന്ന ഒരവസ്ഥ ഉണ്ടാകാം. കർത്താവിൻ്റെ വചനം പറയാണ്, നീ പാപം ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിന്റെ പാപം നിന്നെ വേട്ടയാടും. അതാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ഒരു 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് പഠിക്കാം. ഒന്നാമത്തെ കാര്യം, പാപത്തിന് ഒരു വശീകരണ ശക്തിയുണ്ട്. വശീകരണം കൊണ്ട് തന്നെ നമ്മൾ വളരെ ജാഗരൂകരാകുന്നില്ലെങ്കിൽ പാപം നമ്മളെ വശീകരിച്ച് നമ്മളെ വീഴിക്കും. ഉൽപ്പത്തി 4-ാം അധ്യായം 7-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, പാപം വാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ട്, അത് നീ മറക്കരുത്. പടിവാതിക്കൽ പാപം പതിയിരിപ്പുണ്ട്, അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു എന്നും നീ തിരിച്ചറിയുക. ഈ ഒരു കാര്യം നമ്മൾ അറിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പാപത്തിൻ്റെ വശീകരണ ശക്തിയിൽപ്പെട്ട് നമ്മൾ പാപപ്രവൃത്തിയിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. ഉൽപ്പത്തി 3-ാം അധ്യായം, ആദം ഹവ്വ ആദി മാതാപിതാക്കൾ, അവർക്ക് സംഭവിച്ചെന്താ? പാപം അവരെ വശീകരിച്ചു, അവരതിൽ വീണുപോയി. തന്മൂലം അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ വചനത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. പർദീസായിലായിരുന്നവർ പെരുവഴിയിലേക്ക് തള്ളപ്പെട്ട ആ ഒരു ദുരവസ്ഥ. കാരണം പാപം വശീകരിച്ചപ്പോൾ അതിനവർ നിന്നുകൊടുത്തു, അതിൽ വീണു എന്നതാണ്. ജ്ഞാനത്തിന് പുസ്തകം 2-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. ഇതാണ് വചനം പറയുക. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യൻ മരിക്കാൻ വേണ്ടിയല്ല. പിന്നെ മരണം അവനിലേക്ക് വന്നത് എങ്ങനെയാണ്? പാപം മൂലം. അതാണ് സാത്താൻ അവൻ്റെ അസൂയ നിമിത്തം എങ്ങനെയെങ്കിലും മനുഷ്യനെ വശീകരിച്ച് പാപം ചെയ്യിക്കാൻ നോക്കി. അവനതിൽ വീണു. പാപത്തോടൊപ്പം മരണവും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇതാണ് ആ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപത്തിൻ്റെ നശീകരണ ശക്തി. ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പാപത്തിലേക്ക് നമ്മൾ പോയാൽ പാപം നമ്മെ നശിപ്പിക്കും. ദൈവം നമ്മെ രക്ഷിക്കാൻ നോക്കുമ്പോൾ പാപം നമ്മെ നശിപ്പിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് സാത്താൻ എങ്ങനെയെങ്കിലും നമ്മളെ പ്രേരിപ്പിച്ച് പാപം ചെയ്യിക്കാനായിട്ട് നോക്കുന്നത്. പാപത്തിലൂടെ നാശം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സംഖ്യ 32-ന്റെ-23 നമ്മൾ കണ്ടു, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. സുഭാഷിതങ്ങൾ 22-ന്റെ-8-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ അനീതി വിതച്ചാൽ അനർത്ഥം കൊയ്യേണ്ടി വരും. അനീതിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് അനർത്ഥങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കടന്നു വരും. അതാണ് വചനം പഠിപ്പിക്കുക. യെശയ്യാ 33 1-ാമത്തെ വചനം വായിച്ചാൽ, നീ വഞ്ചിച്ചാൽ നിന്റെ വഞ്ചന തീരും മുമ്പ് നീയും വഞ്ചിക്കപ്പെടും. നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും. നീ വഞ്ചിച്ചാൽ നിന്റെ വഞ്ചന തീരും മുമ്പ് നീ വഞ്ചിക്കപ്പെട്ടിരിക്കും എന്ന് കർത്താവിൻ്റെ വചനം പറയുക. ഒബാദ്യായുടെ പുസ്തകം 1:15 അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ പ്രവൃത്തി നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും. നല്ലത് വല്ലതും ചെയ്യുകയാണെങ്കിൽ അനുഗ്രഹമായിട്ട് നമ്മുടെ തലയിൽ വീഴും. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്, വരും തലമുറയ്ക്ക് അനുഗ്രഹം ഉണ്ടാവും. നല്ലത് ചെയ്യുന്നെങ്കിൽ. ഇനി നമ്മൾ തിന്മയാണ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റേതായിട്ടുള്ള ശിക്ഷ നമ്മൾ ഏൽക്കേണ്ടി വരും. നിന്റെ തന്നെ തലയിൽ നിന്റെ പ്രവൃത്തി വന്ന് വീഴും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 55-ഉം 59 വചനങ്ങൾ 2 പ്രാവശ്യം ദാനിയേൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ശ്രേഷ്ഠന്മാരുടെ മുഖത്ത് നോക്കി
നിന്റെ നുണ നിന്റെ തന്നെ തലയ്ക്ക് തിരിച്ചടിക്കും. നീ ഇപ്പം പറഞ്ഞത് നുണയാണ്. ആ നുണ നിന്റെ തന്നെ തലയ്ക്ക് തിരിച്ചടിക്കും. അവൻ നുണയാണ് പറഞ്ഞത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും എന്ന് വിചാരിച്ചില്ല. പക്ഷേ ദാനിയേൽ ദൈവാത്മാവിനാൽ പ്രേരിതനായി അവൻ പറയാണ്, നീ ഇപ്പം പറഞ്ഞത് നുണയാണ്, കല്ല് വെച്ച നുണ. അത് നിന്റെ തന്നെ തലയ്ക്ക് തിരിച്ചടിക്കും എന്നുള്ളത് നീ മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ സംഭവിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, പ്രലോഭനങ്ങളെ അതിജീവിച്ചാൽ നമുക്കുണ്ടാകാവുന്ന നേട്ടം. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ട് രീതിയിൽ അതിനെ നേരിടാൻ പറ്റും. ഒന്ന്, അതിനെ കീഴ്പ്പെടുക, ഈൽഡ് ടു ദ ടെംപ്റ്റേഷൻ. അതാണ് കുറച്ചുകൂടി എളുപ്പം. നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുമ്പം ആ തോന്നലനുസരിച്ച് അങ്ങ് പോവുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ട്. കുടിക്കാൻ തോന്നുമ്പോൾ കുടിക്കുക, വലിക്കാൻ തോന്നുമ്പോൾ വലിക്കുക. ഇനി അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഈൽഡ് ചെയ്താൽ കാര്യം എളുപ്പമാണെങ്കിലും നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ വിജയം വരിക്കത്തില്ല, പരാജയപ്പെടത്തേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യമാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കുക. എത്രയോ വിശുദ്ധരുടെ ജീവിതത്തിൽ ഏതെല്ലാം രീതിയിലുള്ള പ്രലോഭനങ്ങളുണ്ടായി, അവരതിനെയെല്ലാം അതിജീവിച്ചപ്പോൾ അവർക്ക് ആത്മീയ കരുത്തും സ്വർഗത്തിനുള്ള അർഹതയും നേടാൻ പറ്റി. മത്തായി 10-ാം അധ്യായം 22 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവസാനം വരെ സഹിച്ചും ക്ഷമിച്ചും വിശ്വസ്തരായിട്ട് നിലകൊള്ളണം, അങ്ങനെയുള്ളവർ രക്ഷ പ്രാപിക്കും. വെളിപാട് 2:10 കൂടി എടുത്താലോ, അവസാനം വരെ ഈ വിശ്വസ്തത തുടരുന്നെങ്കിൽ ദൈവം നിന്നെ ജീവൻ്റെ കിരീടം അണിയിക്കും. വിശുദ്ധ തോമസ് അക്വീനാസ്, അദ്ദേഹത്തിന് ഒരു ശക്തമായ പ്രലോഭനം ഉണ്ടായി. ഒരു സ്ത്രീയെ, ആ മനുഷ്യന് കുറച്ച് ലൈംഗിക ചിന്തകളൊക്കെ ഉണർത്താൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് വിട്ടു. അവൻ ആ സ്ത്രീയെ വിരട്ടി ഓടിച്ചു. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവനുണ്ടായ ഒരു അനുഗ്രഹം, പിന്നീട് ഒരിക്കലും ഈ കോൺക്യുപ്പിഷൻസ് എന്ന് പറഞ്ഞാൽ ലൈംഗിക ചിന്ത പോലും പുള്ളിയുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല. പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടെങ്കിൽ ഇതുപോലത്തെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളത് തിരിച്ചറിയണം. ഒരു വചനം പ്രഭാഷകൻ 31:10 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്യാൻ കഴിവും അതിന് അവസരമുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നവർക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരും വിശ്വസ്തരായിട്ട് ജീവിക്കുന്നവരും. ആ ഒരു ഗണത്തിൽപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒരുമിച്ച് വരാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.